നമസ്കാരം. ആ ഞാൻ പ്രവീൺ, ഇവിടുത്തെ മറ്റത്തൂർ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ആ ഈ പറയുന്ന 2 വാർഡുകളും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഡിവിഷനിൽ പെടുന്നതാണ്. ആ ഔസേപ്പും അതുപോലെ തന്നെ ടെസിയുമായി ബന്ധപ്പെട്ട ഇത് കൃത്യമായിട്ട് ഇത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിങ്ങൾ പലപ്പോഴും മാധ്യമ പ്രവർത്തകർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തെറ്റിദ്ധാരണ ഉള്ള വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ വ്യാപകമായ പ്രചരണങ്ങൾ നടത്തുന്നത് കോൺഗ്രസ്സുകാര്, വിമത കോൺഗ്രസ്സുകാർ, ഇവര് BJP-യിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ഒരു പ്രവർത്തകൻ പോലും അല്ലെങ്കിൽ ഒരു പ്രവർത്തക പോലും BJP-യിൽ ചേർന്നിട്ടില്ല. അത് പഞ്ചായത്ത് സാങ്കേതികമായി BJP-യിൽ അംഗത്വം എടുക്കുന്നതും ആശയപരമായി ചേരുന്നതൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ് രാഷ്ട്രീയ നൈതികതയിൽ. പ്രവീൺ കുമാർ, ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നം അവിടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന നൂർജഹാൻ നവാസ് ഭരിക്കുന്നത് BJP-യുടെ പിന്തുണ അല്ലേ? BJP-യുടെ പിന്തുണയിലാണ്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് പറയുന്നു. ഇവിടെ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയ, ഓൾറെഡി തീരുമാനിക്കപ്പെട്ട, ഓൾറെഡി ഡിഫൈൻഡ് ആയ ഒരു കാര്യമുണ്ട്. BJP-യുടെ SDPയുടെ ഒന്നും പിന്തുണയിൽ ഭരിച്ചുകൂടാ. രാജിവെക്കുവോ? മറ്റത്തൂർ പഞ്ചായത്തിലെ മറ്റെല്ലായിടത്തെയും സ്കെയിൽ വെച്ച് മറ്റത്തൂര് അളക്കാൻ കഴിയില്ല. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയ CPM-ന് വലിയ മേൽക്കോയ്മയുള്ള ഒരു പഞ്ചായത്താണ്. അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയ ജനതയാണ്. കഴിഞ്ഞ തവണ 5 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന UDF-ന് 10 സീറ്റ് നൽകി. അതായത് ഈ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടി ചിഹ്നം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് DCC ഓഫീസിൽ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വോട്ടും വാങ്ങിച്ച നിങ്ങൾക്ക് കാതലായ ഇവിടുത്തെ പ്രശ്നം അവിടെ കോൺഗ്രസിന് മറ്റൊരു കൈപ്പത്തി സ്ഥാനാർത്ഥിയുണ്ട്. ഔസേപ്പ് മാത്രമല്ല, ഔസേപ്പ് തൊട്ട് മുമ്പ് കഴിഞ്ഞ ഭരണസമിതിയിലെ പ്രതിപക്ഷ നേതാവാണ്. തൊട്ട് മുമ്പ് ഞാൻ മണ്ഡല പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് മണ്ഡല പ്രസിഡന്റ് ആയിരുന്നു. ഇത്തവണത്തെ UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു. UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തലേ ദിവസം വരെ ഉണ്ടായിരുന്ന ഔസേപ്പ് ഒരു നിമിഷം ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലായാലും അവര് കണ്ടം ചാടി. ശ്രീ പ്രവീൺ കുമാർ, ഇവിടെ ഔസേപ്പ് മത്സരിച്ചത് റിബലായിട്ടാണ്. ഔസേപ്പ് മത്സരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടല്ല. അവിടെ കോൺഗ്രസിന് വേറൊരു സ്ഥാനാർത്ഥിയുണ്ട്, കൈപ്പറ്റിച്ച സ്ഥാനാർത്ഥിയുണ്ട്. അതേ സ്വതന്ത്രനായി ജയിച്ചു വന്ന ആളെ എങ്ങനെ മറുകണ്ഠം ചാടിയെന്നാണ് പറയുന്നത്? അല്ല എങ്കിൽ പോലും UDF-ന്റെ ഔദ്യോഗിക പാനലിൽ നോട്ടീസ് അടിച്ചിട്ട് അവിടുത്തെ ഈ പറയുന്ന 11-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥി, ഇവിടുത്തെ വാർഡ് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ച സ്ഥാനാർത്ഥി ഔസേപ്പാണ്, KR ഔസേപ്പാണ്. എങ്ങനെയാണ് KR ഔസേപ്പ്? അത് നിങ്ങളുടെ പാർട്ടിയുടെ ഹെഡേക്ക്. അവിടെ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ സ്ഥാനാർത്ഥി ഒരാൾ ഉണ്ടായിരുന്നു, ഏതാ കൈപ്പത്തി ചിഹ്നത്തിൽ അല്ലേ? അയാൾ തോപ്പിച്ചാണ് ഔസേപ്പ് ജയിച്ചു വരുന്നത്. അതായത് ഔസേപ്പ് തോപ്പിക്കുന്ന ആരൊക്കെയാണ്? കോൺഗ്രസിനെയും CPM-നെയും BJP-യും തോപ്പിച്ചാണ് ഔസേപ്പ് ജയിക്കുന്നത്. ഔസേപ്പ് സ്വതന്ത്രനാണ്. ഔസേപ്പിന് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം. അതെ, ഔസേപ്പ് മറുപടി ചാട്ടാവുന്ന എങ്ങനെയാ? UDF-ന്റെ പാനലിൽ മത്സരിച്ച UDF-ന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നോട്ടീസിൽ പേര് വെച്ച് UDF-ന്റെ ഞാൻ ഉൾപ്പെടുന്ന ഡിവിഷനിൽ UDF-ന്റെ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ പ്രവർത്തകര് വാർഡ് കമ്മിറ്റി തീരുമാനിച്ചത്. ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി, കോർ കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചത് ഈ പറയുന്ന ഔസേപ്പിന്റെ പേരാണ്. ഔസേപ്പിന് അവിടെ കോൺഗ്രസിന് വേറൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? പ്രവീൺ കുമാർ, അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ വേറൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? അതായത് പല അതല്ലേ ഒഫീഷ്യൽ സ്ഥാനാർത്ഥി? ഈ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിലുള്ള പോലെ തന്നെ ഒരു ആഭ്യന്തര പ്രശ്നം എവിടെയാണെന്നറിയോ? അല്ല, ഒരു കാര്യം അറിയത്തോട്ടെ. ഇലക്ഷന് ശേഷം ഔസേപ്പുമായി അവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആശയവിനിമയം നടത്തിയിരുന്നു. ഔസേപ്പുമായി അവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആശയവിനിമയം നടത്തിയിരുന്നു. ഷാഫി കല്ലുപറമ്പിൽ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ്. തീരുമാനിച്ചു. അപ്പൊ പിന്നെ അയാൾ പിന്നെ മാറുമ്പോ സീറ്റ് കൊടുക്കാതെ അയാൾ നൂതന മത്സരിക്കുക, അയാൾ ജയിച്ചു കഴിയുമ്പോഴേക്കും അധികാരം പിടിക്കാൻ അയാൾ തിരിച്ചു പറയാം. അതൊക്കെ അത് പിന്നെ നാണക്കേടല്ലേ? എന്തോ അവസ്ഥ പറയുന്നത്. തീർച്ചയായും ഹാഷ്മി, അങ്ങനെയല്ല. പാർലമെന്റ് പാർട്ടി യോഗം ചേർന്ന് ഔസേപ്പിനെ ഔദ്യോഗികമായി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടും അതേപോലെ തന്നെ പാർലമെന്റ് പാർട്ടി നേതാവായിട്ട് തെരഞ്ഞെടുത്തു. എന്തോ ആയിക്കോട്ടെ, ഏറ്റവും ഒറ്റകക്ഷി ആരാ അവിടെ? ഏറ്റവും ഒറ്റകക്ഷി കിട്ടിയ സീറ്റ് എത്ര? 8-2 സ്വതന്ത്ര. കോൺഗ്രസിന് 8 ഉള്ളൂ, CPM-ന് 10 ഉണ്ട്.
ആ ജനവിധി നിങ്ങൾ അട്ടിമറിക്കാൻ നോക്കിയതാണ്. അതിന് ഇനി എന്ത് വിദണ്ഡനായം പറഞ്ഞാൽ ന്യായമാവോ? UDF സംവിധാനത്തിൽ 10 ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഒറ്റുകാരനെ പോലെ മറുകണ്ഠം ചാടിയുള്ള ബാക്കിയുള്ള 9 പേരുടെ പ്രതിഷേധമാണ് കാശ്മീർ അവിടെ ഉണ്ടായത്. ഒരാൾ പോലും നിങ്ങൾ തെറ്റായ വാർത്ത പോലെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.